الجوع كنز من كنوز الجنة. സ്വർഗ്ഗത്തിന് നിധിയുണ്ട് സഹാബ. സ്വർഗ്ഗത്തിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ് വിശപ്പ് സഹിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഗസയുടെ മക്കൾ നാളെ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം വെച്ച് നീട്ടുമ്പോ ഈ സ്വർഗത്തിലേക്കുള്ളതാകുന്ന നിധിയായി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാകുന്ന ഈ ആശയം പ്രിയപ്പെട്ട മുസ്ലിമേ ഓർക്കണേ. എങ്ങനെ നിങ്ങൾക്ക് ഈ സ്വർഗം കിട്ടിയെന്ന് നമ്മൾ ചിന്തിക്കണ്ട. അവർ വിശപ്പ് സഹിച്ചവരാണ്. എത്ര കുട്ടികളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാസങ്ങളിലായി മരണപ്പെട്ടത്? ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു 123 കുട്ടികൾ, ചെറിയ മക്കൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. അല്ലാഹുവർക്കൊക്കെ ശൂറാക്കളുടെ പ്രതിഫലം നസീബാക്കട്ടെ. പശിയടക്കാൻ ഭക്ഷണമില്ല, മണ്ണ് വാരിയിട്ട് ചട്ടിയിലിട്ടിട്ട് അത് ഉപ്പ് ചേർത്തിട്ട് കഴിക്കുന്ന രംഗം നമ്മൾ കാണാൻ. വലിയ വലിയ ആളുകൾ തന്നെ പ്രായാധിക്യം കൊണ്ട് ഭക്ഷണപ്പൊതി ഇന്നെടുത്തിട്ട് എന്ന് ഇസ്രായേലിന്റെ ഭരണകൂടം പറയുമ്പോ പട്ടാളക്കാരുടെ ആ ക്യാമ്പിലേക്ക് പോയി കിലോമീറ്ററോളം നടക്കാൻ സാധിക്കാത്ത എക്സ്റേയുടെ ബോഡി പോലെ ശരീരത്തിൻ്റെതാകുന്ന എല്ലുകൾ മുഴുവനും പുറത്തേക്ക് കാണിക്കപ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട മക്കൾ പോയി ക്യൂ നിൽക്കുമ്പോ ആ ക്യൂ നിൽക്കുന്നതാകുന്ന ആളുകൾക്ക് മുന്നിൽ വെടിയുതിർത്ത് അവരെ കൊന്നുകളയുന്ന, നശിപ്പിച്ച് കളയുന്നതാകുന്ന ഭീകരമാക്കപ്പെട്ട കാഴ്ച നമ്മൾ വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കണം. അവർക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. നാളെ മഹ്ശറിൽ നമ്മളൊക്കെ വിശപ്പും ദാഹവുമായി പരവേശപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശപ്പും ദാഹവും എടുത്തു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം ഈ ദുനിയാവിൽ വയറ് നിറച്ച് കഴിക്കുന്നവൻ നാളെ മഹ്ശറിൽ ഏറ്റവും കൂടുതൽ വിശക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ നമ്മളല്ലേ വയറ് നിറയ്ക്കുന്നത്?